ഹായ് ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ ഞാൻ എന്താണെന്ന് അറിയാമോ, നമുക്കൊരു ഒണിയൻ വെച്ച് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാം എന്ന് പറഞ്ഞ് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോകണം ഞാൻ. അപ്പം എനിക്കിന്ന് ബ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റ്, അതിന് കഴിക്കാനാണ് ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടിട്ട് ഉള്ളി നമ്മൾ എത്ര ആൾക്കാർക്ക് വേണോ അത്ര അനുസരിച്ച് എടുക്കണം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം കൂടെ നിന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എടുത്തിട്ട് കാണിക്കാം. ഓക്കെ, എങ്ങനെ വേണോ കട്ട് ചെയ്യാൻ, നീളത്തിനോ ചെറുതായിട്ടോ അവരവരെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ഒത്തിരി അങ്ങ് ചെറുതുമല്ല ഒത്തിരി അങ്ങ് വലുതുമല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യുകയാണ്. റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഞാനൊരു വലിയ പച്ചമുളക് എടുത്തത്, നല്ല എരിവുള്ള ഒരുവിധം എരിവുള്ള ഒരു പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി ഞാൻ എടുക്കാം. പക്ഷെ നല്ല അടിപൊളി കറിയാണ്. ഒരിക്കലുണ്ടാക്കിയ വീണ്ടും വീണ്ടും നമ്മളത് ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു പാൻ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് ചെയ്യണം, കാരണം എനിക്കിന്ന് ടൈമില്ല. രാവിലെ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തുണി കഴുകാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പം വെയിറ്റ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ പച്ചമണമൊന്ന് മാറട്ടെ. ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന്. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, നമ്മൾ നല്ലോണം ഒന്ന് വാടി ആ ഉള്ളി ഒന്ന്. ഞാനേ ഇതെന്തിനാ വെച്ചിരിക്കുന്നതല്ലേ, ഞാൻ ഈ ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുക്കാനാണ്. അപ്പം നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇവിടെ സ്റ്റീമറൊന്നുമില്ല, ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഞാൻ ഇതിലൊരു ശകലം പഞ്ചസാര ഇടുന്നുണ്ട്, ഓപ്ഷനിലാണ്, ഞാനോട് ഇട്ടാൽ മതി. പക്ഷെ ഞാനിപ്പോൾ അത് ഇടുന്നുണ്ട് ഒരു ശകലം, 1 സ്പൂണോ 1/2 സ്പൂണോ ഒന്നുമില്ല, ശകലം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും പറയാറില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്കൂടെ ഉപകാരപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് കൊടുക്കാം. 1 or 2 സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല എരിയൊക്കെ കുറച്ചിട്ട കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് മാറട്ടെ. ഇനിയാണ് ഇതിൽ നമ്മൾ വേറൊരു ഐറ്റം ചേർക്കുന്നത്. ഇതിൻ്റെ ആ കറിയുടെ ആ ഒരു ടേസ്റ്റും തിക്നെസ്സും എല്ലാം കൂട്ടുന്നൊരു സാധനം ഞാനിവിടെ ചേർക്കാൻ പോവാണ്. കടലപ്പൊടി. നമുക്ക് എത്ര കട്ടിയായിട്ട് വേണോ അത്രയും ചേർക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഒന്നര സ്പൂണേ ചേർക്കുന്നുള്ളൂ.
കുറേശ്ശെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇപ്പോൾ 1 സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു 1/2 സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പച്ചമണം നന്നായിട്ട് പോകണം, അല്ലെങ്കിൽ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് ഈ കടലപ്പൊടിക്ക്. പച്ചമണമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മല്ലിയിലയും ഇട്ടിട്ട് ഇത് ഇറക്കാം. ഞാൻ ഈ ബ്രെഡ് ഇതിലോട്ട് വയ്ക്കുവാണ് കേട്ടോ. സൂപ്പർ കറി കേട്ടാ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല നമ്മളവിടെ കോരി വെച്ച് അത് അവിടെ ഇരിക്കുക, അത്രയ്ക്ക് നല്ല. നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. എങ്ങനെയായാലും കറി സൂപ്പറാണ്, നല്ല അടിപൊളിയാണ്.